എത്രത്തോളം, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥാപനത്തിന് വിശ്വാസ, സത്യസന്ധത, ആത്മാർത്ഥത ഇതൊക്കെ അച്ഛൻ പഠിപ്പിച്ചു തന്നു. പക്ഷേ എത്രത്തോളമാണ് സുരേഷ് ഏട്ടൻ്റെ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുള്ളത്? 100%. കാരണം അതേ അച്ഛൻ ഫോളോ ചെയ്ത അതേ തിയറിയാണ് നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്നത്. അതേ തിയറിയാണ് ഇപ്പോൾ ഫോളോ ചെയ്യുന്നത്. 100% അച്ഛൻ ഏറ്റവും കൂടുതൽ സുരേഷ് ഏട്ടൻ. എത്ര മക്കളായിരുന്നു? നമ്മൾ 3 പേരാണ്. മൂത്തത് ഞാനാണ്. രണ്ടാമത്തെ എൻ്റെ മറ്റേ കൃഷ്ണ ട്രേഡിംഗ് എന്ന് പറഞ്ഞ പേര് വിനയ്. മൂന്നാമത്തെ അനിൽ. അവന് കൃഷി മറ്റേ ഇത് നോക്കിയിട്ട് വീട്ടിലെന്നെ ഇരിക്കുന്നു. കാസർഗോഡാണോ? കാസർഗോഡ്. ഞങ്ങൾ കാസർഗോഡാണ്. വളരെ വർഷങ്ങളോ? എല്ലാം മുൻപ് ജനിച്ചത് മുഴുവൻ. അപ്പോൾ ഇനി ഇതെന്തൊക്കെയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വളരെ നന്നായിട്ട് കിച്ചൺ എക്യുപ്മെൻസിൻ്റെ ഇതൊക്കെ ഉണ്ടോ? എല്ലാം ഉണ്ട്. എന്തൊക്കെയാണ് അതിൻ്റെ? അത് ഏറ്റവും നല്ല കമ്പനിയാണ് കാഫ്. അത് ഇമ്പോർട്ടഡ് ആണ്, ഇറ്റലി ഐറ്റംസ് ആണ്. ഒരു 5 years ഗ്യാരണ്ടി ഉള്ള സാധനം ആയതുകൊണ്ട് നമ്മൾ ആ വിശ്വസിച്ചിട്ട് അവർ കമ്പനി ഞങ്ങൾ വാങ്ങിച്ചു. നല്ല സർവീസും കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല മൂവ്മെൻ്റ് ആണ് അത്. കാസർഗോഡ് ജില്ലയിലെ സംബന്ധിച്ചിടത്തോളം വീട് എന്ന് പറയുന്നത് അവർക്കൊരു വലിയൊരു അലങ്കാരമായിട്ട് അതൊരു മോടി പിടിപ്പിക്കുക, എത്രത്തോളം മോടി പിടിപ്പിക്കാൻ കഴിയുമോ എത്രത്തോളം മോടി പിടിപ്പിക്കാൻ അവർ ആഗ്രഹിക്കുന്നു. കാസർഗോഡ് ജില്ലയിലെ അവരുടെ കസ്റ്റമറുടെ ടേസ്റ്റ് എങ്ങനെയാണ്? കാസർഗോഡ് ജില്ലയിലെ കസ്റ്റമേഴ്സിന് ഏറ്റവും മുന്തിയ ഇനം അവർക്ക് വേണം. പിന്നെ ഏറ്റവും നല്ല ക്വാളിറ്റി ആയിരിക്കണം. പിന്നെ വിശ്വാസം. നമ്മൾ ചെയ്യുന്ന നമ്മൾ കൊടുക്കുന്ന ഐറ്റംസ് ഈട് നിൽക്കണം എന്ന ഒരു വിശ്വാസത. ആ വിശ്വാസതയാണ് മുന്നോട്ട് അത് വളരെ നന്നായിട്ട് കീപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ശ്രീകൃഷ്ണ എന്ന ഒരു ബ്രാൻഡ് നെയിം ഇന്ന് കാസർഗോഡ് ജില്ലയിലെ എല്ലാവർക്കും. പിന്നെ ബാക്കിയുള്ള വലിയ വലിയ എഞ്ചിനീയേഴ്സ്, കോൺട്രാക്ടേഴ്സ് അവരെല്ലാം സമീപിക്കാറ്. എല്ലാ എഞ്ചിനീയേഴ്സും നമ്മളടുത്ത് തന്നെ പർച്ചേസ് ചെയ്യുന്നുണ്ട്. മിക്കവാറും ഒരു 95% ആൾക്കാർ നമ്മളവിടെ നിന്ന് വരുന്നുണ്ട്. നമ്മളെ ഡീലിങ്ങിൻ്റെ രീതിയാണ് അവർക്ക് ഇഷ്ടപ്പെടുന്നത്. കാരണം നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, കാരണം നമ്മളൊരു പ്രോഫിറ്റോ അങ്ങനെ ഒന്നല്ല. നമ്മളെ നാളെയും അവരുടെ മനസ്സിൽ അവർക്ക് നമ്മൾ സപ്ലൈ ചെയ്യുമ്പോൾ അവർ സ്നേഹം കൊണ്ടാണ് നമ്മൾ വെറും പ്രോഫിറ്റ് മാത്രം ഉദ്ദേശം വെച്ചിട്ട് ചെയ്യുന്ന ബിസിനസ് അല്ല. ഒന്നെങ്കിൽ കാലാകാലമുള്ള സൗഹാർദ്ദമാണ്, ഫാമിലി റിലേഷൻ. ആ റിലേഷനിലാണ് ഇവിടെ ബിസിനസ് നടക്കുന്നത്. അപ്പോൾ തീർച്ചയായും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മേഖലയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതലുള്ള കോമ്പറ്റീഷൻ, കടുത്ത മത്സരം എത്രത്തോളമാണത്? ഈ ഹാർഡ്വെയർ, സ്റ്റീൽ, സിമെൻറ്റ് ഈ മേഖലയിലെ മത്സരം, കോമ്പറ്റീഷനെ കുറിച്ചൊന്ന് വിശദീകരിക്കാം. മത്സരം നടക്കുന്നുണ്ട്, എന്നാലും നമ്മൾ മത്സരിക്കാൻ പോകാറില്ല. നമ്മളേതായ ഒരു ചെറിയൊരു ഡീലിങ്ങിൽ ചെറിയ തുച്ഛമായ പ്രോഫിറ്റ് വെച്ചിട്ട് നമ്മൾ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് നമ്മളങ്ങനെ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു ഫീൽ ചെയ്തിട്ടില്ല. അത്രയും വിശ്വാസത നമ്മുടെ കസ്റ്റമറിന് കൊടുക്കുമ്പോൾ ക്വാളിറ്റിയാണ്, ക്വാളിറ്റി കീപ്പ് ചെയ്യുന്നു, നല്ല സർവീസ് കൊടുക്കുന്നു. ഇതൊക്കെ ആകുമ്പോൾ ഒരു സ്ഥാപനം വളർന്നു വരാൻ അതിനൊരു വേറൊരു തടസ്സം ഉണ്ടാവില്ല. സർവീസാണ്. ഇപ്പോൾ സിമെന്റിന്റെ കാര്യത്തിൽ സർവീസാണ് ഏറ്റവും കൂടുതൽ. സൈറ്റിൽ എത്തിച്ചു കൊടുക്കും നമ്മൾ. അതിൻ്റെ രാവിലെ കോൺക്രീറ്റ് ആണെങ്കിൽ അതിൻ്റെ സമയത്ത് നമ്മൾ എത്തിച്ചു കൊടുക്കും. ഒന്നുമില്ല, നമ്മൾ ലോറി നമ്മൾ തന്നെ ഓൺ ട്രക്ക് ഉണ്ട്. നമ്മൾ ഓൺ ട്രക്കിൽ അതേ സമയത്ത് നമ്മൾ എത്തിച്ചു കൊടുക്കും. പാർട്ടി ആവശ്യപ്പെടുന്ന അതേ ടൈമിൽ നമ്മൾ സാധനമാണ് ഡെലിവറി. സുരേഷ് ഏട്ടൻ്റെ ഒരു ദിവസത്തെ ജീവിതം എങ്ങനെയാണ് ആരംഭിക്കുക? രാവിലെ എത്ര മണിക്കാണ്? ഞാൻ രാവിലെ 6 o'clock ഉണർന്ന് നമ്മൾ ഇതെല്ലാമൊക്കെ നമ്മളെ നിത്യ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ 1 മണിക്കൂർ യോഗ ചെയ്യും. യോഗയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. കാരണം നമ്മുടെ ശരീരത്തിൻ്റെ മനസ്സിനെ വരെ നിയന്ത്രിക്കാൻ യോഗയ്ക്ക് സാധിക്കും. കാരണം ഒരു പ്ലസൻ്റ് ആയിട്ട് നമ്മൾ രാവിലെ നമ്മുടെ ഒരു ദിവസം ആരംഭിക്കാൻ രാവിലെ ചെയ്യുന്ന യോഗ കൊണ്ട് സാധിക്കുന്നു. നമ്മുടെ ശരീരത്തിൻ്റെ രക്തസമ്മർദ്ദം കുറയ്ക്കാനും ഒക്കെ ഉള്ള ഒരു വ്യായാമമാണ് യോഗ. എത്ര 1 മണിക്കൂർ ചെയ്യാം. 1 മണിക്കൂർ ചെയ്ത് കഴിഞ്ഞിട്ട് രാവിലെ എത്ര മണിക്കാണ് ഓഫീസിൽ? നമ്മൾ 8:30 ആകുമ്പോൾ ഞങ്ങൾ ഓപ്പൺ ചെയ്യും. 8:30 കാരണം സ്റ്റാഫുകൾ വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് കറക്റ്റ് 8:30 ആകുമ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യും ഇവിടെ. പിന്നെ ഉച്ചയ്ക്ക് പോകുന്നത്? ഉച്ചയ്ക്ക് ഞാൻ 2 മണിക്ക് പോകും. സ്റ്റാഫെല്ലാം ഊണ് കഴിച്ച ശേഷം ഞാൻ പോയി. എല്ലാവരും ഊണ് കഴിച്ചു എന്ന് ബോധ്യം വന്നതിന് ശേഷം ഒരു ബ്രേക്ക് ഇല്ല, നേരെ വീട്ടിൽ പോയി ഞാൻ ഊണ് കഴിച്ചു ഒരു 15 മിനിറ്റ് കിടന്നുറങ്ങും. 15 മിനിറ്റ്. അപ്പോൾ ഒരു റിലാക്സായി, അന്ന് നല്ല ഫ്രഷായി
ഉച്ചയ്ക്ക് ശേഷം അവിടെ നിന്ന് നേരെ വീണ്ടും വരും 3 മണിക്ക്. 3 മണിക്ക് വന്നു കഴിഞ്ഞാൽ രാത്രി 7:30 വരെ ഉണ്ടാവും. 7 to 7:30 വരെ. എന്നിട്ട് നേരെ വീട്ടിലേക്ക്. ഫ്രണ്ട് സർക്കിൾ ഒന്നും ഇല്ല? ഫ്രണ്ട് സർക്കിൾ ഉണ്ട്, എന്നാലും അത് എല്ലാ ടൈമിലും യൂസ് ചെയ്യില്ല. നമ്മൾ സൺഡേ വെക്കേഷൻ നമ്മളെ സിമെന്റ് ഡീലേഴ്സ് അസോസിയേഷൻ ഉണ്ട്, അവരെല്ലാം നമ്മൾ ഫ്രണ്ട്സ് പോലെ ഉണ്ട്. ഈ അസോസിയേഷനുമായിട്ടെല്ലാം ആക്റ്റീവ് ഉണ്ട്. നമ്മൾ എന്തെങ്കിലും നമ്മൾ എല്ലാ വർഷവും ഒരു ടൂർ പോകും. അസോസിയേഷൻ അല്ല, ഇത് കമ്പനി ടൂറാണ്. ഫാമിലി ആയിട്ട് അത് അബ്രോഡാണ്, ഫോറിൻ. എത്ര ദിവസമായിരിക്കും അത്? ഒരു 10 days. അപ്പോൾ അന്ന് കാര്യങ്ങളെല്ലാം നോക്കും. ബ്രദർ ഉണ്ടാവും. ഒരു വർഷത്തിൽ ഒരു 10 ദിവസം. അതൊരു ലൈഫിന് ഒരു ചേഞ്ച് ഉണ്ടാവും വേണ്ടി വളരെ കൃത്യതയോടുകൂടിയാണ് ജീവിതം കൊണ്ടുപോകുന്നത്. ഓഫീസായിരുന്നാലും സ്വന്തം ജീവിതമായാലും അത് എല്ലാ കാര്യങ്ങളും ഒരുപോലെ ബാലൻസ് ചെയ്യുന്നു. അതെങ്ങനെയാണ് സുരേഷ്? ഒരു പക്ഷേ സുരേഷിനോടും പറയാം, കാരണം യോഗ പോലും കൃത്യമായി ശരീരം പോലും സൂക്ഷിക്കുന്നു, ഓഫീസിൽ വരുന്നു, ഓഫീസ് കാര്യങ്ങൾ നോക്കുന്നു, സ്റ്റാഫ് ആഹാരം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് വീട്ടിലോട്ട് പോയി സ്വന്തമായ ആഹാരം കഴിക്കുന്നത്. അതൊക്കെ എല്ലാ കാര്യങ്ങളും ഒരു റൊട്ടീനായിട്ട് ഒരു ദിവസം കൊണ്ടുപോകും. അതിങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് പോവുക, അത് ചെറുപ്പം മുതലേ ഉള്ള ഒരു ശീലമായിപ്പോയി. ഇതുപോലെ തന്നെ ഫോളോ ചെയ്ത് എൻ്റെ അച്ഛന് ഫോളോ ചെയ്ത് അതേ തിയറിയാണ് നമ്മൾ ഫോളോ ചെയ്തോണമെന്ന്. അതന്നെ ബ്രദറും ചെയ്യുന്നുണ്ട്. എനിക്ക് 3 കുട്ടികളാണ്. ഹൗസ് വൈഫ്. ബിസിനസ് കാര്യങ്ങളിൽ നോക്കുന്നില്ല, ഫുള്ളി വീട്ടുകാര്യം മാത്രം നോക്കുന്നു. 3 കുട്ടികൾ. മൂത്ത സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നുണ്ട്, വിനീത്താണ്. പിന്നെ രണ്ടാമത്തത് പെൺകുട്ടിയാണ്, 8th സ്റ്റാൻഡേർഡാണ്, അഞ്ജലി. മൂന്നാമത്തെ വിഷ്ണു, ഇനി 4th സ്റ്റാൻഡേർഡ്. ഈ വിദ്യാഭ്യാസ കാര്യങ്ങളൊക്കെ വീട്ടുകാർ തന്നെ നോക്കും? എൻ്റെ വൈഫ് തന്നെ നോക്കും. അവർ പഠിപ്പിക്കുന്നില്ല. ഇതിനൊരു ടെൻഷൻ ഒന്നും ക്രിയേറ്റ് ചെയ്യും? ഒന്നുമില്ല, ഒരു ടെൻഷനും ഇല്ല. കാരണം ബിസിനസ് ജീവിതം എന്ന് പറയുന്നത് ബിസിനസ്സിലെ ഒരു ഫാമിലിയുടെ കെട്ടുറപ്പ് വളരെ വലുതാണ്. കാരണം ഫാമിലി ഒരു വളരെ സ്ട്രോങ് ആയിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യുമ്പോൾ പിന്നെ മുന്നോട്ട് പോകാൻ വളരെ സഹായിക്കുന്നുള്ള. എത്രത്തോളമാണ് ഫാമിലിയുടെ സപ്പോർട്ട്? നമ്മൾ വീട്ടിൽ ചെന്നാൽ നല്ല സ്വസ്ഥതായിട്ട് കുട്ടികളോട് കളിച്ചിട്ടിരിക്കണം. ഇവിടുന്ന് പോകുന്ന എല്ലാ ടെൻഷനും അത് ഇവിടെ തന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് പോകല. വീട്ടിലൊന്നും കൊണ്ടുപോകില്ല. ഒരു അക്കൗണ്ട്സ് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബിസിനസ്സായിട്ട് സംസാരിക്കില്ല. അവിടെ വീട്ടിൽ പോയാൽ വീട്ടുകാരിയായിട്ട് സംസാരിക്കും, കുട്ടികളായിട്ട് എൻജോയ് ചെയ്യും. പിന്നെ എവിടെയെങ്കിലും ടൗണിൽ കറങ്ങാനുണ്ട്, കറങ്ങും. ആഫ്റ്റർ 7:30 ഒന്നും നോക്കാറില്ല. ബിസിനസ് കാര്യം അക്കൗണ്ടിങ് ഒന്നുമില്ല. അക്കൗണ്ടിങ് എല്ലാം മുഴുവൻ ഇവിടെ തീർത്ത് പോകും. പിന്നെ രാവിലെ വരുമ്പോൾ പിന്നെ തുടങ്ങിയാൽ ടെൻഷൻ വരാറുണ്ടോ? ടെൻഷൻ എന്ന് പറഞ്ഞാൽ ടെൻഷൻ എടുക്കാറില്ല, എത്ര ഇതായാലും എടുക്കാറില്ല.